ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ തണുപ്പിക്കാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് കടലപ്പരിപ്പൊക്കെ വെച്ച് അവിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ചൂടാക്കണം. അവിൽ ചൂടാക്കി ക്രിസ്പിനെസ് വരുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് ഒരു പഴം ഉടച്ച് ചേർത്ത്, പഴം ഇഷ്ടമുണ്ടെങ്കിൽ 2 കൂടി ചേർക്കാം. അതിനെ ഉടച്ച് ചേർത്ത് നമുക്ക് നല്ല നീളമുള്ള ഗ്ലാസ്സിൽ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഇട്ട് പാലും പഞ്ചസാരയും ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും അങ്ങനെ മാറി മാറി ഇട്ടിട്ട് നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറാക്കാം. അവിൽ മിൽക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഞാലിപ്പൂവൻ നല്ലോണം പഴുത്തതാണ് എടുക്കേണ്ടത്. നല്ലോണം പഴുത്ത പഴമാണ്. പിന്നെ ആവശ്യത്തിന് പാല്, 1 കപ്പ് അവിൽ മിൽക്ക് ഞാൻ തയ്യാറാക്കണുള്ളൂ. പിന്നെ ഉണക്കമുന്തിരി, അവില്, ചുവന്ന അവിലാണ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഡെക്കറേറ്റ് ചെയ്യാനാണ്. പിന്നെ തോല് കളഞ്ഞ കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്. ആദ്യം നമുക്ക് ഇതൊന്ന് ചൂടാക്കാം. അവിലൊന്ന് വെറുതെ ആയാലും നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് തയ്യാറാക്കാം. പാൻ വെച്ച് ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് വന്നാൽ നല്ല ടേസ്റ്റാണ്. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് ഒരു മിൽക്കണത്. നമുക്ക് വല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നല്ല ചൂടുള്ള കാലത്ത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ല തണവാണ്. വയറും നിറയും ചെയ്യും, നമ്മുടെ ക്ഷീണം മാറും ചെയ്യും. റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാം. മലബാർ ഏരിയയിലാണ് ഈ അവിൽ മിൽക്ക് വളരെ അധികം സുലഭമായിട്ട് കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് വരണ വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അതും പാലും കൂടിയിട്ട് ഇങ്ങനെ, പിന്നെ സിമ്പിളാണ് ഇത്. നമുക്ക് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് ഡയറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അവിൽ മിൽക്ക് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയൊരു മിൽക്കാണത്. വയറ് നിറയും ചെയ്യും, നമ്മുടെ ദാഹത്തിനും ചൂടിനും ഒക്കെ ആശ്വാസം കിട്ടും. ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതൊന്നിങ്ങനെ ഒരു ക്രിസ്പിനെസ് വരണ വരെ ഒന്ന് കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു പൊടിയണ പോലെ തോന്നിക്കും. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. എല്ലാ ഭാഗത്തൊന്നും ആവട്ടെ വെച്ചിട്ടാണ്. നല്ലോണം ചൂടായതിൻ്റെ നമുക്ക് ഓഫ് ചെയ്യാം. ആദ്യം നമുക്ക് അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നീളമുള്ള ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. അത് നല്ല നീളമുള്ള ഗ്ലാസ്സിൽ തയ്യാറാക്കിയാൽ അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിതിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ആദ്യം ഒരു പഴം തൊലി കളഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിടാം. നല്ല പഴുത്ത പഴം ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതൊന്ന് ഉടച്ച് ചേർക്കാം. നമുക്ക് ഫോർക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർക്കാം. ഇതൊക്കെ ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ച് ചേർത്ത് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച അവില് ഒന്ന് ചേർക്കാം. കപ്പോളം അവില് ചേർക്കാം. ഇതൊന്നിങ്ങനെ കുടച്ച് ചേർക്കാം. ഒന്ന് കുത്തി യോജിപ്പിക്കുക. അപ്പം പഴവും അവലും കൂടി ഒന്ന് യോജിപ്പിക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ തോട് കളഞ്ഞ കടലപ്പരിപ്പ്,
പിന്നെ കാഷ്യൂനട്ട്, പിന്നെ ഉണക്കമുന്തിരി, ഇതിലേക്ക് പഞ്ചസാര, അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത്, ഇങ്ങനെ വേറൊരു പ്രോസസ്സും ഇല്ല, ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തണുപ്പിച്ച പാലിണത് അത് നമുക്ക് ഒഴിക്കാം. ഇതിലെല്ലാം കൂടി കുതിർന്ന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വലിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.